എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 3ഉം 4ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിൽ 2 ശ്ലോകങ്ങളിലും ഇന്ദ്രവജ്ര വൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ ലോകത്തിനെ മുഴുവനും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ഗോകുലത്തിലുള്ളപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നാണ് കവി പറയുന്നത്. നമുക്ക് ആദ്യം 3-ാമത്തെ ശ്ലോകം നോക്കാം. യാ രോഗിണീ ഗോഷു നിരാമയാസ യാ സ്വൽപദുഗ്ധ പയസോത്തരാസ യാ ദുഷ്ടശീലാ സഗുണാ ച സാ ഭൂത് ദാമോദരേ പാലയിതും പ്രവൃത്തേ. ആദ്യം പദച്ഛേദം നോക്കാം. യാ രോഗിണീ ഗോഷു നിരാമയാ സാ യാ സ്വൽപദുഗ്ധ പയസോത്തരാ സാ യാ ദുഷ്ടശീലാ സഗുണാ ച സാ അഭൂത് ദാമോദരേ പാലയിതും പ്രവൃത്തേ. ഇവിടെ പശുക്കളെ പറ്റിയിട്ടാണ് പറയണത്. പൊതുവെ പശുക്കളൊക്കെ പശുക്കളെന്ന് മാത്രമല്ല മനുഷ്യരൊക്കെ തന്നെ വിവിധ സ്വഭാവങ്ങളുള്ളവരാണ്. ഒരാളും മറ്റൊരാളെ പോലെ ഉണ്ടാവില്ല. പക്ഷെ ഭഗവാൻ വന്നതോട് കൂടിയിട്ട് എല്ലാ ദിക്കിലും ഒരു അടുക്കും ചിട്ടയും ഉണ്ടായി എന്നാണ് കവി ഇവിടെ പറയണത്. ഇവിടെ പറയാണ് യാ ഗോഷു രോഗിണി ആസീത് സ നിരാമയ അഭവത്. അങ്ങനെ വേണം അത് കൂട്ടി വായിക്കാൻ. ഗോഷു പശുക്കളിൽ വച്ച് യാതൊരുവളായിരുന്നോ രോഗിണി. രോഗിണി എന്ന് പറഞ്ഞാൽ രോഗമുള്ളവൾ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരിക, അതായത് കൊമ്പിനോ കുളമ്പിനോ ശരീരത്തിനോ ഒക്കെ കേടുകളും ക്ഷീണങ്ങളും പനിയും ഒക്കെ വരുന്നതായിട്ടുള്ള പശുക്കൾ ഉണ്ടാവുമല്ലോ, ആരോഗ്യം കുറഞ്ഞ പശുക്കൾ. അങ്ങനെയുള്ള ഏതൊരു പശു ഉണ്ടായിരുന്നുവോ അത് നിരാമയ അഭവത്. അതിനെന്താ സംഭവിച്ചത്? നിരാമയയായി. ആമയം എന്ന് പറഞ്ഞാൽ അസുഖം, നിരാമയ എന്ന് പറഞ്ഞാൽ അസുഖമില്ലാത്തവൾ. അതായത് എന്നും അസുഖത്തിൽ മുങ്ങി ജീവിച്ചിരുന്ന പശുവിന് അല്ലെങ്കിൽ പശുക്കൾക്ക് രോഗങ്ങളൊക്കെ മാറി. അവരുടെ കുളമ്പിന് കേടുണ്ടാവാം, ശരീരത്തിൽ നീരുണ്ടാവാം, പ്രസവം ശരിയാവാതെ വരുന്ന ദുഃഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതൊക്കെ മാറി എല്ലാവരും ആരോഗ്യവതികളായിട്ടുള്ള പശുക്കളായി തീർന്നു. അതാണ് രോഗിണികളൊക്കെ നിരാമയകളായി തീർന്നു എന്ന് പറയണത്. ഇനി അതോടൊപ്പം മറ്റൊരു കൂട്ടർ എങ്ങനെയായിരുന്നു? ഗോഷു, അതെല്ലാ ദിക്കിലും കൂട്ടിച്ചേർത്ത് പറയണം. പശുക്കളിൽ വെച്ച് യാ സ്വൽപദുഗ്ധ, ആരായിരുന്നോ കുറച്ച് പാല് മാത്രം ഉണ്ടായിരുന്ന ഒരു പശു. അതായത് ആ കൂട്ടത്തിൽ മറ്റു പശുക്കൾക്കൊക്കെ ധാരാളം പാലുണ്ടായിരുന്നു, പക്ഷേ ഒരു പശുവിന് അത്ര പാലൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് പാലിൻ്റെ കാര്യത്തിൽ ഇത്തിരി ദാരിദ്ര്യമായിരുന്നു. അതൊക്കെ അങ്ങോട്ട് പോയി. അതാണ് സ്വൽപദുഗ്ധായ, പാല് വളരെ കുറഞ്ഞിരുന്ന ഒരു പശു. അതുണ്ടല്ലോ അവൾ എന്തായി തീർന്നു? സാ പയസോത്തരാഭൂത്, അവള് നല്ലോണം പാലുള്ള പശുവായി തീർന്നു. പയസോത്തര, ഉത്തര എന്ന് വെച്ചാൽ ഉത്കൃഷ്ടമായി തീർന്നു. പാലിൻ്റെ കാര്യത്തിൽ അവൾ ഉത്കൃഷ്ടയായി തീർന്നു. ആ പശുവിനും ധാരാളം പാലുണ്ടായി. മറ്റു പശുക്കളോളം തന്നെ പാല് ഈ പശുവിനും ഉണ്ടായി. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ് ഇവിടെ കവി പറയണത്. ഇനി അടുത്തത് യാതൊരുവളാണോ പശുക്കളിൽ വെച്ച ഗോഷു ദുഷ്ടശീല. ദുഷ്ടശീല എന്ന് പറഞ്ഞാൽ പശുക്കൾക്ക് പൊട്ട സ്വഭാവമുള്ള പശുക്കളൊക്കെ ഉണ്ടാവും. നമ്മൾ പറയും ചാട്ടുമാട്ടൊക്കെ ഉള്ള പശു, അതായത് ഒരു തരത്തിലനുസരിക്കാത്ത പശുക്കൾ. കറക്കാൻ ചെല്ലുമ്പോൾ ചവിട്ടുക, അഴിക്കാൻ ചെല്ലുമ്പോൾ കുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെയും ഇഷ്ടമില്ലാത്ത പ്രകൃതമുള്ളതായ പശുക്കളുണ്ടാവും. അങ്ങനെയുള്ള പശുക്കളൊക്കെ തന്നെ മാറി അവർ സഗുണകളായി തീർന്നു. നല്ല അടക്കം ഒതുക്കമുള്ള പറഞ്ഞാൽ കേൾക്കണ പശുക്കളായി. അവർക്കൊന്നും ഈ പറഞ്ഞ ചാട്ടോ ചവിട്ടോ അല്ലെങ്കിൽ പാല് തട്ടിക്കളയേ അങ്ങനത്തെ പല പണികളും പശുക്കൾ ചെയ്യും. കറക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒന്നും കറന്നില്ല എന്നുണ്ടെങ്കിൽ, പാലിൻ്റെ പാത്രം അടുത്തൊറ്റ വെച്ചെന്നുണ്ടെങ്കിൽ പശു ചവിട്ടി പാലൊക്കെ കളയും, വാല് വെച്ചടിക്കും, ചാണകം പാലിൽ വീഴും. അങ്ങനെ എന്തെല്ലാം ദുരിതങ്ങൾ പശുക്കൾ ഉണ്ടാക്കാറുണ്ട്. ഈ പശുക്കളെ കറക്കാൻ പോകുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ദുഷ്ട സ്വഭാവം ഉണ്ടായിരുന്ന പശുക്കളൊക്കെ തന്നെ മാറിയിട്ട് അവരൊക്കെ നല്ല പശുക്കളായി, ധാരാളം പാല് ചുരത്തി കൊടുക്കുന്ന പശുക്കളായി തീർന്നു, സഗുണകളായി തീർന്നു എന്നർത്ഥം. ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് എന്നുള്ളതാണ് 4-ാമത്തെ വരിയിൽ പറയണത്. ദാമോദരേ പാലയിതും പ്രവൃത്തേ സതി. ദാമോദരൻ ഇവരെയൊക്കെ പരിപാലിക്കാൻ പുറപ്പെട്ടപ്പോൾ, സതിസപ്തമി,
ഭഗവാൻ പശുക്കളെ മുഴുവനും മേയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പശുക്കുട്ടികളെയാണ് മേയിച്ചുകൊണ്ട് നടന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പശുക്കുട്ടികളെ നോക്കണ പണി വത്സാവനം നിർത്തിയിട്ട് പശുക്കളെ തന്നെ മേയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. അതാണ് ദാമോദരേ പാലയിതും പ്രവൃത്തേ. ദാമോദരൻ പശുക്കളെ പരിപാലിക്കാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെയാണ് തുടങ്ങേണ്ടത്. ഈ വാക്യത്തിന്റെ അന്വയം ഇങ്ങനെയാണ് തുടങ്ങുക. പക്ഷെ അർത്ഥം പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത്. ദാമോദരൻ പശുക്കളെ നോക്കാൻ തുടങ്ങിയതിന് ശേഷം രോഗിണിയായിട്ട് സ്ഥിരം അസുഖക്കാരിയായിട്ടുണ്ടായിരുന്ന പശു ഒട്ടും അസുഖമില്ലാത്തവളായി തീർന്നു. പാല് വളരെ കുറവായിരുന്ന ഒരു പശുവിന് ധാരാളം പാലുണ്ടായി. ദുഷ്ടശീലങ്ങൾ ഉണ്ടായിരുന്ന പശു നല്ല സൽസ്വഭാവിനി ആയി തീർന്നു. അതൊക്കെ ഭഗവാന്റെ പരിചരണം കൊണ്ടുണ്ടായ മാറ്റങ്ങളാണ് എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. അടുത്ത ശ്ലോകത്തിൽ പശുക്കളെ പറ്റിയിട്ടല്ല, കാലാവസ്ഥയെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. 4-ാമത്തെ ശ്ലോകം നോക്കൂ. നഭൂത് പ്രചണ്ഡ പവന പ്രചാരോ നാവഗ്രഹോ നാപ്യതിവൃഷ്ടിരാസീത് നാകാലമൃത്യുശ്ച കദാപി ജജ്ഞേ പ്രഭാവതഃ പങ്കജലോചനസ്യ. ആദ്യം പദച്ഛേദം നോക്കാം. ന അഭൂത് പ്രചണ്ഡ പവനപ്രചാര ന അവഗ്രഹ ന അഭി അതിവൃഷ്ടി ആസീത് ന അകാലമൃത്യു ച കദാ അഭി ജജ്ഞേ പ്രഭാവതഃ പങ്കജലോചനസ്യ. പങ്കജലോചനസ്യ പ്രഭാവത. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ദാമോദരേ ഗോപ്തരി സതി, ദാമോദരൻ പശുക്കളെയൊക്കെ നോക്കാൻ തുടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞതുപോലെ തന്നെ അവസാനത്തെ വരിയിൽ വേണം ശരിക്കും തുടങ്ങാൻ. പങ്കജലോചനന്റെ, ശ്രീകൃഷ്ണന്റെ പങ്കജം പോലെ താമര പോലെ സുന്ദരമായ നീണ്ടിടംപെട്ട കണ്ണുകളോടുകൂടിയവൻ, അങ്ങനെയുള്ള ഭഗവാന്റെ പ്രഭാവം കൊണ്ട് എന്തൊക്കെയാണ് അമ്പാടിയിൽ ഒഴിഞ്ഞു നിന്നത്, അമ്പാടിയെ ഒഴിവാക്കിക്കൊണ്ട് പല പല പ്രകൃതി പ്രതിഭാസങ്ങളും മാറിപ്പോയി. എന്തൊക്കെയായിരുന്നു അത്? പ്രചണ്ഡ പവനപ്രചാര ന അഭൂത്. പ്രചണ്ഡമായ പവനപ്രചാരം. പ്രചണ്ഡം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ തീവ്രമായിട്ടുള്ള പവനപ്രചാരം എന്ന് പറഞ്ഞാൽ കാറ്റുവീശൽ, അതായത് കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ അതിനെയൊക്കെ പ്രചണ്ഡ പവനൻ എന്നാണ് പറയുക. അതിതീവ്രമായിട്ട് അവിടെയുള്ള വസ്തുക്കൾ മുഴുവനും കറക്കി ചുറ്റി പറത്തിക്കൊണ്ടു പോകുന്ന വലിയ വലിയ കൊടുങ്കാറ്റുകൾ. അങ്ങനെയുള്ള കൊടുങ്കാറ്റൊന്നും അവിടെ വീശന്നില്ല. അതാണ് പ്രചണ്ഡ പവനപ്രചാര ന അഭൂത്. അതുമാത്രമല്ല ന അവഗ്രഹ. അവഗ്രഹം എന്ന് പറയുമ്പോൾ പഞ്ഞം എന്ന് പറയും മലയാളത്തിൽ. ദാരിദ്ര്യം, അതായത് ഉണക്കമൊക്കെ വന്നിട്ട് വെയില് അതിശക്തിയായിട്ട് വരുന്നത് കൊണ്ടുണ്ടാവുന്ന ഉണക്കം വരുന്നത് കൊണ്ടുണ്ടാവുന്ന ദാരിദ്ര്യം, പഞ്ഞം. ധാന്യങ്ങളൊക്കെ പാടത്ത് നിന്ന് ഉണങ്ങിപ്പോവുക, ഫല മൂല പുഷ്പാദികളൊക്കെ നശിച്ചു പോവുക വെയിലിൻ്റെ ശക്തി കൊണ്ട്. അതൊന്നും ഉണ്ടായില്ല. അതാണ് ന അവഗ്രഹ. അവഗ്രഹങ്ങളൊന്നും സംഭവിച്ചില്ല. അതോടൊപ്പം തന്നെ അതിവൃഷ്ടി അഭി ന ആസീത്. അതിവൃഷ്ടിയും ഉണ്ടായില്ല. അതായത് വേനലിൻ്റെ കാഠിന്യം ഉണ്ടായില്ല, മഴയുടെ കാഠിന്യം ഉണ്ടായില്ല. അതിവൃഷ്ടിയും ശക്തമായിട്ട് അനുഭവപ്പെട്ടില്ല. അതാണ് അതിവൃഷ്ടിയും അഭി എന്നുള്ള വാക്ക് ചേർത്തത്. അതിവൃഷ്ടിയും ശക്തമായില്ല. മാത്രമല്ല അകാലമൃത്യുച്ച കദാപി ന ജജ്ഞേ. അകാലമൃത്യു എന്ന് പറഞ്ഞാൽ അവൃദ്ധമരണം, പ്രായാവാതെ വാർദ്ധക്യം വന്നു ചേരാതെ അസുഖങ്ങൾ വന്നിട്ടോ ദുരന്തങ്ങളെ കൊണ്ടൊക്കെ മരിച്ചു പോവുക, അതിനെയാണ് അകാലമൃത്യു എന്ന് പറയുക. സാധാരണ നമ്മുടെയൊക്കെ ഒരു കണക്കിൽ വാർദ്ധക്യം വന്നു ചേരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. അതിനു മുമ്പുണ്ടാവുന്ന മരണങ്ങളെന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ വന്നിട്ടാവാം, അതല്ലെങ്കിൽ സ്വയം ആത്മഹത്യകളാവാം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൈകൾ കൊണ്ടോ അപകടങ്ങളെ കൊണ്ടൊക്കെ മരണങ്ങൾ സംഭവിക്കാം. എന്നാൽ ഭഗവാൻ അവിടെ ഗോപ്താവായിട്ട് രക്ഷകനായിട്ടുണ്ടായപ്പോൾ അത്തരത്തിലുള്ള മരണങ്ങളൊന്നും കേൾക്കാനേ ഉണ്ടായില്ല. അതാണ് അകാലമൃത്യുച്ച ന കദാപി ജജ്ഞേ. അകാലമൃത്യുവിനെ പറ്റിയിട്ട് കേൾക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പങ്കജലോചനസ്യ പ്രഭാവത. പങ്കജലോചനന്റെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രഭാവം കൊണ്ട് അമ്പാടി മൊത്തം തന്നെ, ആ പ്രദേശം മുഴുവനും തന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറി സമ്പദ് സമൃദ്ധിയായിട്ട് ഇരുന്നു എന്നാണ് കവി പറയുന്നത്. അവിടെ മഴ അധികം ഉണ്ടായില്ല, വെയിലധികം ഉണ്ടായില്ല, കൊടുങ്കാറ്റ് വീശിയില്ല, അകാല മരണങ്ങൾ സംഭവിച്ചില്ല.
എല്ലാം വളരെ സമാധാനപരമായിരുന്നു എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. യാ രോഗിണീ ഗോഷു നിരാമയാസ യാ സ്വൽപദുഗ്ധാ പയസോത്തരാസ യാ ദുഷ്ടശീലാസ ഗുണാ ച സാ ഭൂത് ദാമോദരേ പാലയിതും പ്രവൃത്തേ. നാഭൂത് പ്രചണ്ഡഃ പവനപ്രചാരോ നാവഗ്രഹോ നാപ്യതിവൃഷ്ടിരാസീത് നാകാലമൃത്യുശ്ച കദാപി ജജ്ഞേ പ്രഭാവതഃ പങ്കജലോചനസ്യ. ഭഗവാന്റെ ഗുണഗണങ്ങളെ കൊണ്ടുണ്ടായ അമ്പാടിയുടെ നല്ല തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.